ദേവീ പ്രസീത ഭുവനേശ്വരി ലോകമാതേ ശ്രീ ശാരദേ തവ പദം പണിയുന്നു നിത്യം. ഈയുള്ളവർക്കു തുണയായ ലിവോടെയെന്നും നീ നാവിൽ വന്നു വിളയാടുക വേണമമ്മേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ജഗദംബികായൈ നമോ നമ. ചതുർത്ഥ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പൊന്നുണ്ണിക്കണ്ണന്റെയും ജഗദംബികയുടെയും അനുഗ്രഹത്തോടുകൂടി നോക്കാൻ പോകുന്നത്. ഗംഭീരനായ ഹിമാലയ പർവ്വതത്തിൽ രതിയും മന്മഥനും എത്തുന്നതിന് മുമ്പേ വസന്തം എത്തി. കാർബണ്ടുകൾ മൂളി നടക്കുന്നു, മരങ്ങളെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്നു, പൂവല്ലികൾ വൃക്ഷങ്ങളെ ആശ്ലേഷിച്ചും അതിമറന്ന് സന്തോഷിക്കുന്നു. ആ വൃക്ഷങ്ങളിൽ ഇരുന്ന് പൂങ്കുരുകൾ കർണാനന്ദകരമാവണ്ണം പാടിത്തുടങ്ങി. മൃഗങ്ങൾ ഇണകളോടൊപ്പം മതോന്മത്തരായി ക്രീഡ തുടങ്ങി. പൂത്തു നിൽക്കുന്ന മരങ്ങളിൽ നിന്ന് വരുന്ന വാസനകൾ ഏറ്റുകൊണ്ട് മന്ദമാരുതൻ വീശുന്നു. മുനിമാരുടെ മനസ്സിൽ വികാര വിക്ഷോഭങ്ങൾ ഉണർത്താൻ വസന്തം അവിടമാകെ നൃത്തമാടി. വസന്തൻ എന്ന് പറഞ്ഞ വസന്തൻ തന്നെ ഇവന്റെ കൂട്ടുകാരനാണ്. ആരേ? ഈ മന്മഥന്റെ, കാമദേവന്റെ. രതീദേവിയോടൊപ്പം മന്മഥൻ തന്റെ 5 ബാണങ്ങളുമായി ബദരിയാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. നല്ല ആളല്ലേ വന്നത്. ചെമ്പ, മേനക തുടങ്ങിയ അപ്സര സ്ത്രീകൾ താളമേളങ്ങളുടെ അകമ്പടിയോടെ ലാസ്യ നൃത്തം ആരംഭിച്ചു. ചിലർ മധുരമായി ഗീതം ആലപിച്ചു. കുയിലിന്റെ കളകൂചനവും പണ്ടുകളുടെ മൂടലും കേട്ട ഋഷീശ്വരന്മാർ ഉണർന്നു. പൂത്തുലഞ്ഞു നിൽക്കുന്ന കാടിനെയും മകാലത്തിൽ വന്നണിഞ്ഞ വസന്തത്തെയും കണ്ട് നരനാരായണന്മാർ ആലോചനാഗ്നര. ഇതെന്തോ ചതിവുണ്ടല്ലോ. അവർക്കറിയില്ല, അവരെന്ത് ധ്യാനത്തിലിരുന്നാലും ഓരോ ഋതുക്കളെയും അവരുടെ മനക്കണ്ണുകൊണ്ട് കണ്ടറിയാനുള്ള കഴിവില്ലേ അവർക്കൊക്കെ. നമ്മളെ മാതിരിയാണ്. ഇതേത് മാസടോ, ഇതെന്നാഴ്ചടോ എന്ന് ചോദിക്കും. നമ്മളെ പോലെ അല്ലല്ലോ അവരൊന്നും. മഞ്ഞുകാലം പെട്ടെന്ന് അവസാനിച്ച് വസന്തം മണിയാൻ കാരണം എന്താണെന്ന് അത്ഭുതപ്പെട്ട് നാരായണൻ നരനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ അകാലത്തിൽ വസന്തം എത്തിച്ചേർന്നത്? കുയിലുകൾ പാടുന്നുണ്ട്, മയിലുകൾ നൃത്തമാടുന്നുണ്ട്, ഒക്കെ ഗംഭീരമായി നടക്കുന്നുണ്ടല്ലോ. വണ്ടുകൾ പൂന്തേനുണ്ണാൻ പുഷ്പങ്ങൾക്ക് ചുറ്റും പറക്കുന്നുണ്ട്. മൃഗങ്ങൾ കാമാവേശം കൊണ്ട് ഇണകളെ പ്രാപിക്കുന്നുണ്ട്. രതിയും മന്മഥനും സുമബാണങ്ങളെ വർഷിക്കാൻ തുടങ്ങി. വസന്തകന്യകേതാ വന്ന് നിൽക്കുന്നു. അകാലത്തിൽ ഈ ഋതുമാറ്റം സംഭവിച്ചത് നമ്മുടെ തപസ്സിനെ മുടക്കാനാണോ? ഉണ്ടാ, അവർക്കത്രയും മനസ്സിലായി. ദേവസുന്ദരികൾ മധുരമായി ഗീതമാലപിക്കുന്നു. എന്തെങ്കിലും നമ്മുടെ തപസ്സിളക്കാൻ ഇവരെ പറഞ്ഞയച്ചതായിരിക്കുമോ? തണുത്ത കാറ്റിന്റെ കൂടെ സുഗന്ധവും ഇവിടമാകെ പരക്കുന്നു. ഈ പ്രവൃത്തി ഇന്ദ്രനല്ലാതെ മറ്റാരും ചെയ്യുകയില്ല എന്ന് ഇവർക്ക് രണ്ടുപേർക്ക് മനസ്സിലാവുകയും ചെയ്തു. അത് അവർ പരസ്പരം പറയുകയും ചെയ്തു. ഇപ്രകാരം മുനിശ്രേഷ്ഠനായ നാരായണ മഹർഷി പറഞ്ഞുകൊണ്ടിരിക്കെ മന്മഥൻ രതിയോടും അപ്സരസുകളോടും കൂടി അവരുടെ മുമ്പിലെത്തി. കന്ദർപ്പൻ, മേനക, രംഭ, തിലോത്തമൻ തുടങ്ങിയ അപ്സരവൃന്ദകൾ മനോഹരമായി നൃത്തം ചെയ്ത് ലാസ്യഭാവത്തോടെ ആടി ഉലഞ്ഞു മഹർഷിമാരുടെ മുന്നിലെത്തി. കാമദേവന്റെ സുന്ദരീ സൈന്യത്തെ കണ്ട് മുനിമാർ വിസ്മയപ്പെട്ടു. സർവലോക സുന്ദരിമാരായവർ മുനിമാരെ താണു തൊഴുതു. ദിവ്യാഭരണങ്ങളും ദിവ്യഭൂഷകളും അണിഞ്ഞ സുന്ദരികൾ മന്മഥാർത്തി ഉണ്ടാക്കാൻ ഉതകുന്ന മട്ടിലാണ് അവരുടെ വേഷഭൂഷാദികളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നൃത്തവും പാട്ടും ഒക്കെ അങ്ങനെയുള്ള ഗോഷ്ഠിത്തരങ്ങൾ അവര് കളിക്കാൻ തുടങ്ങി. ഭഗവാൻ നരനൻ നാരായണനും എന്ത് ചെയ്തു? പാട്ടും നൃത്തവും ഒക്കെ ആസ്വദിച്ചു. അതൊക്കെ ആസ്വദിച്ചിട്ട് അവരോട് പറഞ്ഞു. എങ്ങനെ എന്ത് പറഞ്ഞു? സുന്ദരിമാരെ, ഇതാ ഇവിടെ സുഖമായി വിശ്രമിക്കൂ. സ്വർഗത്തിൽ നിന്നും വന്ന അതിഥികളാണ് നിങ്ങൾ. ഞങ്ങളുടെ ആതിഥ്യം നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. തങ്ങളുടെ തപസ്സിന് വിഘ്നം വരുത്താൻ ഇന്ദ്രനയച്ച സുന്ദരിമാരെക്കാളും സുന്ദരികളായ സ്ത്രീകളെ സൃഷ്ടിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇന്ദ്രനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നാരായണ ഋഷി തന്റെ തുടമേലൊന്ന് അടിച്ചു. ഒരടി ഇങ്ങനെ കൊടുത്തതില്ലോ. ഇപ്പൊ സംഗീതം പാടുമ്പോൾ നമ്മൾ താളം പിടിക്കുന്ന പോലെ ഒരടി. അതാ സർവാംഗ സുന്ദരിയായ ഒരു അങ്കനാരത്നം നാരായണന്റെ ഊരുവിൽ നിന്നുണ്ടായത് കൊണ്ട് ഉർവശി എന്ന പേരും വന്നു. ആ സുന്ദരിയെ കണ്ട് ദേവാംഗനകൾ അത്ഭുതവിവശരായി. ദേവാംഗനെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ഋഷി വീണ്ടും സുന്ദരിമാരായ സ്ത്രീകളെ സൃഷ്ടിച്ചു. അവർ കാഴ്ചദ്രവ്യങ്ങളും എടുത്ത് സുന്ദരിമാരുടെ മുമ്പിൽ വന്ന് താണു തൊഴുതു.
മോഹവലയത്തിൽപ്പെട്ട സുരാംഗനകൾ മഹർഷിമാരുടെ തപശക്തി കണ്ട് പരിഭ്രമിച്ചു. പത്മം പോലെ വികസിച്ച മുഖത്തോടും പുളകം കൊണ്ട് ദേഹമാകെ കോരിത്തരിച്ച ആ പൂവരാംഗികൾ ഋഷിമാരോട് പറഞ്ഞു, മഹാത്മാക്കളായ നിങ്ങളുടെ തപോബലത്തെ ഞങ്ങൾ എങ്ങനെയാണ് പ്രശംസിക്കേണ്ടത് എന്നറിയുന്നില്ല. ഞങ്ങളുടെ കടാക്ഷ വീക്ഷണങ്ങളിൽ മയങ്ങാത്തവരായി ആരുമില്ല. ശമാധി ഷഡ്ക സമ്പത്തികളുള്ള നിങ്ങൾ വിഷ്ണുവംശന്മാരാണെന്ന് മനസ്സിലായി. ഇന്ദ്രൻ സ്വന്തം കാര്യത്തിനായി ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്, അല്ലാതെ ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല കേട്ടോ. ഞങ്ങൾ ശപിക്കരുത് എന്നല്ലാന്ന് പേടിച്ചിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ ദർശന സൗഭാഗ്യം ലഭിച്ചില്ലേ. ഞങ്ങൾ ചെയ്തു വെച്ച പുണ്യം കൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത്. തെറ്റ് ചെയ്ത ഞങ്ങളോട് ക്ഷമിച്ചത് നിങ്ങളുടെ മനസ്സിന്റെ ശമബലം കൊണ്ടാണ് എന്നൊക്കെ സുന്ദരിമാര് ഈ ദേവസ്ത്രീകൾ ഭഗവാനോട്, ഈശ്വരനോട്, നരനാരായണന്മാരോട് പറയുന്നു. സുരാംഗനമാരുടെ വിനീതപൂർവമായ വാക്കുകൾ കേട്ട് തപശക്തി കൊണ്ട് തേജസ്വികളും ധർമ്മപുത്രരുമായ ഋഷീശ്വരന്മാർ സന്തോഷപൂർവ്വം പറഞ്ഞു, നിങ്ങൾ ഉർവശിയെയും കൊണ്ട് സ്വർഗത്തിലേക്ക് മടങ്ങിയാലും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുകൊള്ളുവിൻ, അത് ഞങ്ങൾ സാധിപ്പിച്ചു തരാം. ഉർവശിയെ ഞങ്ങളുടെ സമ്മാനമായി ഇന്ദ്രന് കൊടുക്കുക. നിങ്ങൾക്കും ദേവന്മാർക്കും മംഗളം ഭവിക്കട്ടെ. ഇനി ആരുടെയും തപസ്സിന് വിഘ്നം ഉണ്ടാകാതിരിക്കുവിൻ. അത് എല്ലാവരും ഇങ്ങനെ സഹിക്കുന്നു വിചാരിക്കണ്ട. എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടാൻ കഴിയില്ല പറയുന്നത്. ഇത് കേട്ട് ദേവസ്ത്രീകൾ പറഞ്ഞു, നാരായണ മഹർഷി, നിങ്ങളിൽ അത്യധികം ഭക്തിയുള്ള ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകാനാണ്? മധുസൂദന, അങ്ങ് ഞങ്ങൾക്ക് വരം തരാമെന്ന് പറഞ്ഞില്ലേ, ഒന്ന് മാത്രം ചോദിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ ഭർത്താവായി തീരണം. അങ്ങയെ സേവിച്ച് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൊള്ളാം. ആ ഒരു വരം മാത്രം മതി ഞങ്ങൾക്ക്. അങ്ങ് സൃഷ്ടിച്ച സുന്ദരിമാരും ഉർവശിയും ദേവലോകത്തേക്ക് പോയിക്കൊള്ളട്ടെ. 16,000-ത്തിലധികം വരുന്ന ഞങ്ങൾ ഈ ആശ്രമത്തിൽ ഞങ്ങളെ ശുശ്രൂഷിച്ച് ഇവിടെ താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. സ്ത്രീകൾക്ക് ആശാഭംഗം ഉണ്ടാക്കുന്ന ഹിംസ തന്നെയാണ്, പ്രത്യേകിച്ചും തത്വദർശികളായ മനീഷകൾ ഒന്നും പറയാൻ പാടില്ലാന്ന്. കാമാർത്ഥകളായ സ്ത്രീകളെ വേദനിപ്പിക്കുന്നത് ഒട്ടും ഉചിതമല്ല. ഭാഗ്യാതിരേഖം കൊണ്ട് ഇവിടെ എത്തിപ്പെട്ട ഞങ്ങളെ ത്യജിക്കുന്നത് ഉചിതമാണോ എന്ന് ചോദിക്കുന്നവര്. ഉചിതമാണോ നിങ്ങളുടെ ഈ പരിപാടി? ശരിയായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. ഋഷി പറയണു, 1000 വർഷം തപസ് ചെയ്ത് ഇന്ദ്രിയജയം സിദ്ധിച്ച ഞങ്ങൾ അതിനെ ഭംഗം ചെയ്യുകയോ? കാമേച്ഛ സുഖത്തെയും ധർമ്മത്തെയും ഇല്ലാതാക്കും. ബുദ്ധിമാന്മാർ അതൊരിക്കലും ചെയ്യുകയില്ല. ഈ വാക്കുകൾ കേട്ട് അപ്സരസുകൾ പറഞ്ഞു, ശതാബ്ദി പഞ്ചേന്ദ്രിയ ഗുണങ്ങളിൽ ശ്രേഷ്ഠമാണ് സ്പർശഗുണം. അതിനാൽ ഞങ്ങളോടുകൂടി ഈ ഗന്ധമാദന പർവ്വതത്തിൽ രമിച്ചു കഴിഞ്ഞാലും മഹർഷി, സ്വർഗത്തേക്കാൾ മനോഹരമാണ് ഈ പർവ്വത പ്രാന്തം. ദേവാംഗനകളായ ഞങ്ങൾ നിങ്ങളെ ശുശ്രൂഷിച്ച് സന്തോഷിപ്പിക്കാം എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? ഈ നാരായണ മഹർഷിയോട് പറയുന്നു. അങ്ങനെ ഉർവശി സൃഷ്ടി എന്ന 6-ാം അധ്യായം ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു നമ്മള്. ഇനിയിപ്പോ എന്താ പറയുന്നത്? പുതിയൊരു കഥ, അഹങ്കാരാവർത്തനം. 7-ാമത്തെ അധ്യായത്തില് അതാണ് വർണ്ണിക്കുന്നത്. വ്യാസം പറയുന്നു, ദേവസ്ത്രീകളുടെ വാക്കുകേട്ട് ധർമ്മപുത്രനായ നാരായണൻ അവരെ എങ്ങനെ സ്വർലോകത്തേക്ക് തിരിച്ചേക്കാമെന്ന ആലോചനയിൽ മുഴുകി. അവരുമായി സംഗമിച്ച തപസ്സുകൾക്കിടയിൽ നിന്ദ്യനായി തീരും. അവരുമായിട്ട് കളിച്ചാല് അവരുടെ കാമോദ്ദീപനമായ വാക്കുകളും ഭാവഭാവങ്ങളും കണ്ട് മുൻ ചിന്തിച്ചു, ഇങ്ങനെ ഇവരുമായി ഞാൻ സംഗമിച്ചാൽ സന്യാസികളുടെ ഇടയിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി തീരും. എന്റെ അഹങ്കാരം കൊണ്ടാണ് ഇത്തരം ഒരാപത്ത് സംഭവിച്ചത്. അഹങ്കാരം ധർമ്മനാശത്തിന് ഹേതുവാണ്. സംസാരമാകുന്ന വൃക്ഷത്തിന് നാരായ വേരാണതെന്ന് അഭിജ്ഞന്മാർ പറയുന്നു. ഇതൊന്നും ആലോചിക്കാതെയാണ് ഞാൻ കുറെ സ്ത്രീകളെയും സൃഷ്ടിച്ചത്. സ്വർലോകസുന്ദരിമാർ മാരമാർ പൂണ്ടും തിരിച്ചു പോവാതെ നിൽക്കുകയാണ്. എന്ത് ചെയ്യും ഞാൻ? 8 വലയുണ്ടാക്കി അതിൽ തന്നെ പെട്ട് പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ ആയല്ലോ എന്റെ സ്ഥിതിയിൽ നാരായണ മഹർഷിക്ക് തന്നെത്താനേ തോന്നി. ഈ വാരസ്ത്രീകളെ ദയയില്ലാതെ ഉപേക്ഷിച്ചാൽ അവർ നിശ്ചയമായി ശപിക്കും. എന്നിരുന്നാലും അവരെ സ്വീകരിക്കുവാൻ സാധ്യമല്ല താനും. എങ്ങനെയെങ്കിലും ദേഷ്യപ്പെട്ട് അവരെ ഇവിടെ നിന്ന് പറഞ്ഞ് കാട്ടിൽ പോയി തപസ്സനുഷ്ഠിക്കാം. ഇപ്രകാരം ഓരോന്നും ചിന്തിച്ചു നാരായണ മുനിവരിൽ നിന്ന് മുക്തനാവാനുള്ള മാർഗത്തെ ആലോചിച്ചു. മനുഷ്യന്റെ 2ാമത്തെ ശത്രു ക്രോധമാണ്. കാമം, ക്രോധം തുടങ്ങിയ വികാരത്തെക്കാൾ മേലെയാണ് ക്രോധത്തിന്റെ സ്ഥാനം. ക്രോധം മനസ്സിൽ ഉദിച്ചാൽ ഒരാൾ
എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് പറയുവാൻ സാധ്യമല്ല. വൃക്ഷത്തോട് തന്നെത്താൻ ഒരു സിദ്ധിയുണ്ടായി നശിക്കുന്നത് പോലെയാണ് ക്രോധം എന്ന മനുഷ്യൻ ചെയ്യുന്നത്. വൃക്ഷങ്ങൾ ഇങ്ങനെ കാറ്റിങ്ങനെ ഉരച്ചിക്കൊണ്ടൊക്കെ തീ ഉണ്ടാവുന്നു. അങ്ങനെയല്ലേ ഭരണി കടയുന്ന രണ്ട് മരക്കട്ടകൾ ഉണ്ടാകുന്നതിലും തീ ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ വൃക്ഷങ്ങൾ ഇങ്ങനെ ഉരസിയാകുമ്പോൾ അഗ്നിതാൻ ചിലപ്പം കാട്ടു തീ വന്നു എന്നെല്ലാം പറയുന്നില്ലേ. അത് പുല്ലെങ്ങാനും പോടുമ്പോ പിന്നെ എല്ലാം കത്തി നശിക്കും. ഇപ്രകാരം ആലോചിച്ച് ദീനനായിരിക്കുന്ന നാരായണനോട് നരൻ ധർമ്മത്തിന് അനുസൃതമായ വാക്കുകൾ പറഞ്ഞു. അല്ലയോ മഹാഭാഗ നാരായണ, കോപിക്കാതിരിക്കൂ, ശാന്തനാകൂ. അഹങ്കാരം കൊണ്ട് നമ്മുടെ തപശക്തിക്ക് കോട്ടം സംഭവിച്ചു. പണ്ട് നമ്മൾ ക്രോധാഹങ്കാരങ്ങൾ കൈക്കൊണ്ട് 1000 വർഷം പ്രഹ്ലാദനോട് യുദ്ധം ചെയ്യാൻ ഇടവന്നില്ലേ. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. തപസ്സിന്റെ ഭാവം തന്നെ ശാന്തിയാണെന്ന് മുനിമാർ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ശാന്തഭാവത്തെ പ്രാപിച്ചാലും. നരന്റെ ഭാഷണം കേട്ട് നാരായണ ഋഷി ശാന്തനായി. ജനമേജയരാജാവ് ചോദിക്കുന്നു, അല്ലയോ മുനിശ്രേഷ്ഠ, വിഷ്ണുഭക്തരിൽ പ്രധാനികളായ നരനാരായണ ഋഷികൾ പ്രഹ്ലാദനുമായി യുദ്ധം ചെയ്തുവെന്നോ? അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എവിടെ വെച്ചാണ് അവർ പ്രഹ്ലാദനെ കണ്ടുമുട്ടിയത്? വിഷ്ണുഭക്തനും ധർമ്മതൽപരനും ജ്ഞാനിയുമായ പ്രഹ്ലാദൻ സത്വഗുണ പ്രധാനികളായ ധർമ്മപുത്രനുമായി യുദ്ധം ചെയ്തുവെന്നോ? എനിക്കൊന്നും ഇത് മനസ്സിലാവുന്നില്ല. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെ. അങ്ങനെയാണെങ്കിൽ ധർമ്മത്തിനും തപസ്സിനും ഉള്ള പരിശ്രമം വൃഥാവിലാവില്ലേ? സത്യയുഗത്തിലും ക്രോധം തുടങ്ങിയ വികാരങ്ങളെ ജിതേന്ദ്രന്മാർക്ക് കീഴടക്കാൻ പറ്റിയില്ലെന്നോ? അഹങ്കാരത്തിൽ നിന്നാണല്ലോ ക്രോധവും മറ്റും ജനിക്കുന്നത്. 1000 വർഷം തപസ് ചെയ്താലും അഹങ്കാരമുള്ള പൊട്ടിയ തീർന്നു. അതുവരെ ഉണ്ടായ എല്ലാ പുണ്യങ്ങളും പോയി. തപശക്തി നിഷ്ഫലമായി തീരും. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടകലുന്നത് പോലെ അഹങ്കാരം ഉദിച്ചാൽ പുണ്യവും അകന്നകന്ന് പോകും. സത്വഗുണ പ്രധാനികളായ ഈ താപസ ശ്രേഷ്ഠന്മാർക്ക് അഹങ്കാരത്തെ ജയിക്കാൻ സാധ്യമല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർക്ക് മനോനിയന്ത്രണം എങ്ങനെ ഉണ്ടാകും? അതാണ് പറയുന്നത്. ഇത്രയും കാലം തപസ് ചെയ്ത് ഇരുമ്പുണ്ടപ്പാലും തപസ്സല്ലേ, ഉരുക്ക് പോലെ തന്നെ ഒരു ഇതൊക്കെ ഇട്ടിട്ടാണ് ഇവർ നടക്കല്. വ്യാസൻ പറഞ്ഞു, കാരണമില്ലാതെ കാര്യം ഉണ്ടാവുകയില്ലല്ലോ. ഉദാഹരണമായി സ്വർണമില്ലാതെ ആഭരണത്തിൽ നിലനിൽപ്പുണ്ടോ? സ്വർണ്ണമില്ലാതെ സ്വർണത്തിന്റെ ആഭരണം. അപ്പൊ സ്വർണ്ണമില്ലാതെ എങ്ങനെയാ ആഭരണം ഉണ്ടാക്കുക? സ്വർണ്ണം ഉണ്ടെങ്കിൽ ആഭരണം ഉണ്ടാക്കാൻ പറ്റൂല്ലോ. അങ്ങനെ ഈ ചരാചരങ്ങളൊക്കെ അഹങ്കാരം കൊണ്ട് മൂടി നിൽക്കുകയാണ്. അവയൊക്കെ മലമൂത്രങ്ങൾ കൊണ്ട് മലീമസമായി ഈ ഭവസാഗരത്തിൽ ഭ്രമിച്ചിരിക്കുകയാണ്. മോഹാവതമായ ഈ ലോകത്തിൽ ബ്രഹ്മജ്ഞാനത്തിന് എവിടെയാണ് സ്ഥാനം? കർമ്മം തന്നെയാണ് ജയിക്കുന്നതെന്ന് മീമാംസകന്മാർ പറയുന്നു. മഹാത്മാക്കളായവർക്ക് പോലും കാമക്രോധാദി ദോഷങ്ങളെ ജയിക്കാൻ സാധ്യമല്ലെങ്കിൽ കലികാലത്തിൽ എന്നെ പോലുള്ളവരുടെ കഥ പറയാനുണ്ടോ? വേദവ്യാസം പറയുന്നു, കാരണമില്ലാതെ കാര്യമുണ്ടാവുകയില്ലല്ലോ. ഉദാഹരണമായി സ്വർണമില്ലാതെ ആഭരണത്തിൽ നിലനിൽപ്പുണ്ടോ? സ്വർണം കൊണ്ട് കൊടുത്തിട്ടില്ല ആഭരണം ഉണ്ടാക്കുന്നത്. നൂല് കൊണ്ടുണ്ടാക്കിയ വസ്ത്രത്തിന് നൂല് തന്നെയല്ലേ ആധാരം. വിരിഞ്ചൻ, വിഷ്ണു, രുദ്രൻ തുടങ്ങിയവരൊക്കെ ഈ സംസാര സാഗരത്തിൽ ഭ്രമിച്ചിരിക്കുകയാണ്. വസിഷ്ഠൻ, നാരദൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാരും ഈ മായാവലയത്തിൽ മുക്തരല്ല. എല്ലാവരും മായയിൽ കുടുങ്ങിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. മായാബന്ധങ്ങൾക്ക് ബ്രഹ്മിഷ്ഠനായിട്ടാണല്ലോ ആയിട്ടോ അല്ലെങ്കിൽ ശാന്തനായിട്ടോ ഈ 3 ലോകത്തിൽ ആരും ഉണ്ടായിട്ടില്ല. ദേഹമെടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ അഹങ്കാരം ജനിക്കും. ഇങ്ങനെ അഹങ്കാരമുള്ളവൻ പുരാണ പാരായണം, ശാസ്ത്രചിന്തനം, പഠനങ്ങൾ, ജപം, ധ്യാനം തുടങ്ങിയ പുതിയ അവ ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. അവൻ തന്റെ പൂർവാവസ്ഥ അറിയുന്നുമില്ല. കൃതത്രേത ദ്വാപര യുഗങ്ങളിൽ പോലും ധർമ്മത്തിന് ചുതി വന്നിട്ടുണ്ട്. പിന്നെ കലിയുഗത്തിന്റെ കാര്യം പറയാനുണ്ടോ? കാമക്രോധാദി ദോഷങ്ങൾ സ്പർശിക്കാത്ത സത്വഗുണമുള്ളവരെ വളരെ വിരളമായല്ലേ കാണാൻ പറ്റുള്ളൂ. അവർ ദൃഷ്ടാന്ത പുരുഷന്മാരാണെന്ന് ധരിക്കണം. ഇപ്പൊ ജനമേ ഞാൻ ചോദിക്കുന്നു, അങ്ങ് പറഞ്ഞതുപോലെയുള്ള സുഹൃത്തുക്കളും ധന്യരും തന്നെയാണ്. മതമാത്സര്യങ്ങളില്ലാത്തവർ, ഇന്ദ്രിയ സംഗ്രഹം ചെയ്തവർ തന്നെ. എന്നാൽ മഹാത്മാവായ എന്റെ അച്ഛൻ ചെയ്ത ദ്രോഹങ്ങളെ ഓർത്ത് ഞാൻ വ്യാകുലനാണ്. ധ്യാനനിമഗ്നായിരിക്കുന്ന മുന്നിടത്തിൽ ചത്തപാമ്പിനിട്ട മഹാഭാരതം തന്നെയാണ്. ഈ ദുഷ്പ്രവൃത്തി കൊണ്ട് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം.
മൂഢരായ ജനങ്ങൾ നരകവാസത്തെ പേടിയില്ലാതെ ഓരോ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. സ്വന്തം പതനത്തെ പറ്റി അവര് ചിന്തിക്കുന്നേയില്ല. ചിന്തിക്കുന്നതാണ്, ചിന്തിച്ചാല് രക്ഷപ്പെടുവാണ്. പെടാതിരിക്കണം, ഇങ്ങനത്തെ ഒന്നും ചിന്തിക്കാതിരിക്കണം. പക്ഷേ നരനാരായണന്മാരും പ്രഹ്ലാദനും തമ്മിൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞുവല്ലോ. അതിന്റെ കാരണം വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. സംസ്കൃത ചക്രവർത്തി പാതാളത്തിന് ബദരാശ്രമത്തിൽ വരേണ്ടായ കാരണം എന്താണ്? ധനത്തിനും കാമിക്ക് വേണ്ടി യുദ്ധം ചെയ്യാനെന്ന് പറഞ്ഞത് അവര്. ഒരു കാമനകളുമില്ലാത്ത ആ ഋഷീശ്വരന്മാർ പ്രഹ്ലാദനുമായി ഏറ്റുമുട്ടിയത് എന്തിനാണ്? അതിന്റെ സത്യാവസ്ഥ അങ്ങ് പറഞ്ഞു തന്നാലും വ്യാസർച്ചേന്ന് പറഞ്ഞു. ഇത് കാലം രണ്ടും കൂടി അടികൂടിയതല്ല ആര്? പ്രഹ്ലാദനോട്. അങ്ങനെ അഹങ്കാര വർത്താനം 7-ാം അധ്യായം ഭഗവത്പാദങ്ങളെ സമർപ്പിക്കാം. നമുക്ക് ഇന്നത്തെ കഥ ഇവിടെ പൂർത്തിയാക്കാൻ തോന്നുന്നു. ശരീരത്തിന് സുഖം തോന്നില്ല. അപ്പൊ ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.